ഹായ് ഹലോ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ഒരു 3-4 ആഴ്ചയായിട്ട് ഞാൻ എൻ്റെ തന്നെ തോട്ട്സിൽ ഫുള്ളി സ്റ്റക്കായിരുന്നു. കാരണം ജോലിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത ബിസിനസ്സിലോട്ട് കയറാമെന്നുള്ളായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ സ്റ്റിൽ ഇൻ ബിറ്റ്വീൻ ഒരു ജോലിക്ക് പോകണം, അത്യാവശ്യം ഒരു പേയിങ് ആയിട്ടുള്ള നല്ലൊരു എമൗണ്ട് ഉള്ള ഒരു ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ബിസിനസ്സിലോട്ട് പോകണം, ബിസിനസ് ആണെങ്കിൽ തന്നെ ഏത് ബിസിനസ്സിലോട്ട് പോകണം, ഇങ്ങനെ ഫുള്ളി സ്റ്റക്കായിരുന്നു കഴിഞ്ഞ 4-5 ആഴ്ചയായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 3 മന്ത്സിൽ ഞാൻ നിയർലി 40+ ബിസിനസ് ഐഡിയാസ് ഇങ്ങനെ ബ്രെയിൻ സ്റ്റോം അപ് ടു സം ലെവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു 1 വീക്ക് ആയ സമയത്തേക്ക് ലാസ്റ്റ് ഒരു 2 ഐഡിയാസിലോട്ട് ഞാൻ എത്തി നിന്നു. അപ്പം ഞാൻ ഫൈനലൈസ് ചെയ്ത ഒരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്യാനായിട്ടുള്ള ഇപ്പം തൽക്കാലം ഇമ്മീഡിയറ്റ്ലി വേണ്ടാന്ന് വെച്ചു. പകരം ഒരു വെൽനസ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അപ്പം ഇതെല്ലാം പ്ലാൻ ചെയ്തു, എല്ലാം ഓക്കെ ആയി. പക്ഷെ അപ്പോഴാണ് ഫസ്റ്റ് പ്രശ്നം വന്നത്. അതായത് ഐഡിയ നല്ലതാണ്, പക്ഷെ ആക്ച്വലി അത് ചെയ്യാനുള്ള ഒരു സ്കിൽ സെറ്റ് എനിക്കില്ല. ആസ് ഇൻ ഒരു പുതിയ പ്രൊഡക്റ്റ് ഫോം ചെയ്യുക ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ, അല്ലാതെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുക, അതിനുവേണ്ടി സെയിൽസ് നടത്തുക, അതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ്, അതിൽ ആക്ച്വലി എനിക്ക് സ്കിൽസ് ഇല്ലായിരുന്നു. ദാറ്റ് വാസ് എ ഫസ്റ്റ് ഇഷ്യൂ. അതിലും വലിയ മേജർ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഐഡിയ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല ഇല്ലായിരുന്നു. കാരണം ഡെയിലി ഓരോ പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരിക്കും. നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ തോന്നുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കത് പറ്റിയതല്ലാന്ന് തോന്നിയത് കൊണ്ട്, പക്ഷേ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അല്ലാന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ അത് സ്ക്രാപ്പ് ചെയ്തു. അടുത്ത എൻ്റെ ഒരു നെക്സ്റ്റ് ഒരു ഐഡിയയിലോട്ട് പോയി. പക്ഷേ ആക്ച്വലി ആ ഐഡിയയാണ് ഞാൻ 3-4 മാസം കൊണ്ട് എൻ്റെ മനസ്സിലിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നത്. അതായത് നമുക്ക് പലപ്പോഴും കൺവീനിയൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മുടെ സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും അർബൻ കമ്പനി ആയാലും എല്ലാം നമ്മുടെ കൺവീനിയൻസിനെ ഫോക്കസ് ചെയ്താണ് അവിടെ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് സിമിലറായിട്ട് ഒരു ഹൗസ് ഹോൾഡിൽ വേണ്ട ഹെൽപ്പും അവർ ടൈം സേവിങ്സ്, ഫാമിലീസിനോ ബാച്ചിലേഴ്സ് ഹൂവർ, അപ്പോൾ അവർക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർവീസ് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ആൾക്കാരോട് സംസാരിക്കണം. കാരണം ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഹൈപ്പോത്തറ്റിക്കൽ ഒരു സിറ്റുവേഷനും അല്ലെങ്കിൽ പ്രോബ്ലവും ആയിരിക്കാതെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാരോട് സംസാരിക്കണം. അപ്പോൾ ഇന്ന് അതിനുവേണ്ടി പുറത്തോട്ട് പോവുകയാണ്. ഒരു 4-5 പേരുടെങ്കിലും ഫസ്റ്റ് ഡേ ഒരു 4-5 പേരുടെ തന്നെ സംസാരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പം സംസാരിച്ചതിന് ശേഷം അതിൻ്റെ അപ്ഡേറ്റ്സ് ഇവിടെ അറിയിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ബൈ.